No, no, you tell me your good name. My name is Tam. ഇതൊക്കെ നമ്മളെ ഇത് തന്നെ ഉണ്ട് 300 റുപ്യയിൽ കൂടുതൽ അല്ലേ? നമ്മളൊന്ന് നോക്കിയാൽ നമ്മുടെ നാട്ടിലൊക്കെ സർവീസ് ചെയ്യുമ്പോൾ ഭയങ്കര അതിശയം. നമ്മളെപ്പോലത്തെ കേരളക്കാർക്ക് തന്നെ അതിശയം, നിലമ്പൂരത്തേക്കൊക്കെ ഉള്ള നമുക്കൊരു അതിശയമുള്ള ഒരു സംഗതി കാണിക്കാൻ പോകട്ടോ. ഈ മരല്ലേ, ഇതൊരൊറ്റ മരത്തിൻ്റെ തടിയാണ്. അപ്പോൾ വില്ലേജിൽ നമ്മളെ ഗൈഡ് ചെയ്യുന്ന ആളാണ് കേട്ടോ സിസി. ഇവിടെ വുഡ് ഉണ്ട്, ഇതിൽ നിന്ന് ജോയിൻ ചെയ്ത ഒരു ഫുൾ വുഡ് നേരെ അതാണ് മുകളിലേക്ക് പോയത് കേട്ടോ. ഇതിൻ്റെ സൈസ് എത്ര ഉണ്ട് എന്നുള്ളത് ഞാൻ നോക്കി നിങ്ങൾക്ക് പറയാം കേട്ടോ. ഞാൻ പലവട്ടം നോക്കി ഇതിന് എവിടെയെങ്കിലും ജോയിൻ്റ് ഉണ്ടോ, എവിടെയും ജോയിൻ്റ് ഇല്ല കേട്ടോ. Good service. We have in Good. the home we have many service. Yeah, same like home feelings, right? അപ്പം എൻ്റെ ട്രക്കിങ്ങിന് എന്നെ കൂട്ടാൻ വന്ന ആളാണ് സിസി. സ്ത്രീകൾ എല്ലാ സർവീസും ചെയ്യുന്നു, ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്നു, സ്റ്റേ ചെയ്യുന്നു. എല്ലാം കഴിയുമ്പോൾ നമുക്ക് 300 രൂപ മാത്രമാകുന്ന ഒരേ ഒരു സ്ഥലം ഞാൻ കണ്ടത് ഇവിടെ മാത്രമാണ് കേട്ടോ. ലോകത്തിൽ 74ഓളം രാജ്യങ്ങൾ സഞ്ചരിച്ച ഞാൻ കാണാത്ത ഒരു കാഴ്ചയാണ് ഈ ഹോം സ്റ്റേയിൽ എനിക്കുണ്ടായത്. ഇവിടെ സ്ത്രീകൾ എല്ലാ സർവീസും ചെയ്യുന്നു, ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്നു, സ്റ്റേ ചെയ്യുന്നു. എല്ലാം കഴിയുമ്പോൾ നമുക്ക് 300 രൂപ മാത്രമാകുന്ന ഒരേ ഒരു സ്ഥലം ഞാൻ കണ്ടത് ഇവിടെ മാത്രമാണ് കേട്ടോ. അതാണ് സാപ്പ നമ്മൾ കാണാൻ പോകുന്ന കാഴ്ചകൾ. അപ്പം നമ്മൾ വിയറ്റ്നാമിലെ സാപ്പയിലെ നമ്മളെ ഹോസ്റ്റലിൽ നിന്നും ഗ്രീൻ ഹോം സ്റ്റേ സാപ്പയിൽ നിന്നാണ് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പം നമ്മൾ ഇന്ന് രാവിലെ നമ്മൾ എഴുന്നേറ്റ് നല്ല മഴ, അടിപൊളി മഴയാണ്. പിന്നെ സംഭവം രസം തന്നെ. നമുക്ക് മഴ വലിയ പുത്തരിയില്ലെങ്കിൽ പോലും ഇവിടെ ഇതുപോലത്തെ സ്ഥലങ്ങളിൽ വരുമ്പോൾ നമുക്ക് നമ്മളെ ട്രഡീഷൻ ഫീൽ ചെയ്യും കേട്ടോ ശരിക്കും. അപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി പോകാം കേട്ടോ. അപ്പം ബാക്കിയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മളെ ഈ കാഴ്ചകൾ നിങ്ങൾ കാണണം കേട്ടോ. ഇന്നത്തെ മഴയും ഇന്നത്തെ ട്രെക്കിങ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് എന്താ പറയുക, പ്രധാനപ്പെട്ട വ്യത്യസ്തമായ കാഴ്ചകൾ കാണിക്കാണ്ട്. അപ്പം നമ്മൾ അതിലേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അപ്പം ഇവിടെ ഓരോരുത്തർ വരുന്നുണ്ടാവും, പോകുന്നുണ്ടാവും റൂമുകളിൽ, ഹോം സ്റ്റേയിൽ. പിന്നെ മിക്സഡ് ആട്ടോ, ലേഡീസ് ജെൻസ് എല്ലാവരും മിക്സ് ആയിട്ടുള്ള ഹോസ്റ്റലാണ്. ഇംഗ്ലീഷുകാരാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക. നിങ്ങൾക്ക് അറിയാലോ, ഇതുപോലത്തെ ആസ്വദിക്കാൻ ഇംഗ്ലീഷുകാരാണ് ഉണ്ടാവുക. അപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനടുത്ത് ബ്രേക്ക്ഫാസ്റ്റിലേക്കുള്ളതാണ്. ബ്രേക്ക്ഫാസ്റ്റ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. നമ്മൾ നാട്ടിലത്തെ ആകെ 300 രൂപ കേട്ടോ സ്റ്റേ ചെയ്യുന്നതും കൂടി മനസ്സിലാക്കുക. നാട്ടിലത്തെ 300 രൂപയാണ് ഞാൻ കൊടുത്തത്. അതിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉൾപ്പെടെ ഫെസിലിറ്റീസ് എല്ലാം നിങ്ങൾ കണ്ട ഫെസിലിറ്റീസ്, ഇനി അതിൻ്റെ പുറമെയുള്ള ഫെസിലിറ്റീസ് ഒക്കെ വരാൻ പോകുന്നുണ്ട്. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനും മുകളിൽ നിന്ന് ഇറങ്ങുക കേട്ടോ. സംഭവം നമ്മളൊരു ട്രൗസറും ടീഷർട്ടും ഇടുകയാണെങ്കിൽ നമുക്കൊരു ടെൻഷനും അടിക്കാനില്ല. കറക്റ്റാണ് കേട്ടോ. സ്ഥലങ്ങൾ കണ്ടില്ലേ. ഇത് കിച്ചണിലേക്കുള്ള വഴികളാട്ടോ. പിന്നെ ഇവിടെ ഇഷ്ടികയാണ് യൂസ് ചെയ്യുന്നത്, ഇഷ്ടികയും മരവും. ഇതേപോലത്തെ ഫ്ലോറുകൾ നാട്ടിലത്തെ 300 റുപ്യ കേട്ടോ സൗകര്യങ്ങളൊക്കെ. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിലേക്ക് വരികയാണ്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ്, ഗുഡ് മോർണിംഗ്. ബ്രേക്ക്ഫാസ്റ്റ് നോട്ട് ബൊഫേ, നോ ഓർഡർ. ഓക്കെ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ നമ്മൾ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ നമ്മൾ ആ 300 റുപ്യയിൽ ഇൻക്ലൂഡാണ് കേട്ടോ. അതിന് വേറെ ചാർജസ് ഒന്നുമില്ല. ഇതാണ് ഇതിൻ്റെ വേറെ സൗകര്യങ്ങൾ. ഈ ഡൈനിങ്ങിൻ്റെ ഇത് കണ്ടെങ്കിൽ നല്ല രസമല്ലേ, വുഡും കാര്യങ്ങളൊക്കെ ആയിട്ട്. നമ്മൾ മേലെ കാണിച്ച വുഡിൻ്റെത് ഇതാണ് കേട്ടോ. ഇവിടെ വുഡുണ്ട്, ഇതിൽ നിന്ന് ജോയിൻ ചെയ്ത ഒരു ഫുൾ വുഡ് നേരെ അതാണ് മുകളിലേക്ക് പോയത് കേട്ടോ. അറിയില്ലേ, എല്ലാ കാലുകളും ഫുള്ള് പോകുന്നു. ഇനി നിങ്ങൾക്ക് വലിയൊരു രസകരമായ ഒരു സംഗതി കാണിക്കട്ടോ. ഇതൊക്കെ ഇവിടുത്തെ കാഴ്ചകളാണ് കേട്ടോ. ഇതുപോലത്തെ സ്ഥലങ്ങളൊക്കെ ഇപ്പോൾ നമുക്ക് ട്രെക്കിങ്ങിന് പോയി കാണാനൊക്കെ ഉണ്ട്. അതിൻ്റെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇതാ ഇവിടെ വന്ന് ആൾക്കാർ എടുത്ത ഫോട്ടോസൊക്കെ ഉണ്ട്. ഓക്കെ, ഇനി നിങ്ങൾക്ക് വളരെ രസമായ, അതായത് നമ്മൾ ഭയങ്കര അതിശയം, നമ്മളെപ്പോലത്തെ കേരളക്കാർക്ക് തന്നെ അതിശയം, നിലമ്പൂരത്തേക്കൊക്കെ ഉള്ള നമുക്കൊരു അതിശയമുള്ള ഒരു സംഗതി കാണിക്കാൻ പോകട്ടോ. ഈ മരല്ലേ, ഇതൊരൊറ്റ മരത്തിൻ്റെ തടിയാണ്. ഒരൊറ്റ മരം കണ്ടങ്ങൾ, എവിടെയും ജോയിൻ്റ് ഇല്ല. ഇതേപോലെ ഈ സൈഡ് നോക്കിക്കോളി. ഇതിൻ്റെ സൈസ് എത്ര ഉണ്ട് എന്നുള്ളത് ഞാൻ നോക്കി നിങ്ങൾക്ക് പറയാം കേട്ടോ. ഞാൻ പലവട്ടം നോക്കി ഇതിന് എവിടെയെങ്കിലും ജോയിൻ്റ് ഉണ്ടോ, എവിടെയും ജോയിൻ്റ് ഇല്ല കേട്ടോ. ഇതിൻ്റെ വീതി ഉണ്ടെങ്കിൽ നീട്ടവും ഭയങ്കരം തന്നെയാണ്. വീതി മാത്രമല്ല, ഇതിൻ്റെ നീട്ടവും ഭയങ്കര. ഇതിൻ്റെ ഓണർ ഭയങ്കര അതിശയമായിട്ട് ഏതോ ഒരു മാർക്കറ്റിന് കളക്ട് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് വെച്ചതാണ്. അതായത് ഇവിടെ ഒറ്റ പീസേ ഉള്ളൂ ആകെ. ആ പീസ് മൂപ്പരെ കൈ കിട്ടിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെച്ചേട്ടോ.
എങ്ങനെയുണ്ട്? ഇത്രയും ദൂരമുണ്ട്. ഇതിൻ്റെ സൈസ് ഞാൻ നോക്കിയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം, അളന്നിട്ട് ഞാൻ പറഞ്ഞുതരാം. അത്ര പ്രത്യേകത ഉണ്ട്. ഇങ്ങനെ ഒരു പീസ് മരം ഉണ്ടാവും എന്നുള്ളത് എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. അതായത് ഇതിൻ്റെ സൈസ് ഞാൻ ഇപ്പോൾ അളന്നിട്ട് 24 അടിയാണ് കേട്ടോ, നീളമുള്ള 24 അടി, 9 അടി വീതി, 9 അടി. ഓക്കെ, നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് തിരിയുന്നതിൻ്റെ വീതി എത്ര ഉണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് തിരിയുന്നുണ്ടാവും. ഒറ്റ പീസാട്ടോ, ജോയിൻ്റ് ഇല്ല. ഇതിൻ്റെ എല്ലാ ഭാഗവും ഞാൻ ചെക്ക് ചെയ്തു, അടിയിൽ കുത്തി നോക്കിയ എല്ലാ ഭാഗവും, എവിടെ നമ്മൾ നോക്കിയാലും ഇതിന് ജോയിൻ്റ് ഇല്ല. കണ്ടില്ല നിങ്ങൾ? അപ്പം അതിശയല്ലേ, വെറൈറ്റി അല്ലേ സംഗതി? ഏത് മരം എന്നുള്ളത് ശരിക്കും അറിയില്ല കേട്ടോ. ശരിക്കും നല്ല ഗ്രെയിൻസ് ഉള്ള മരമാണ് എന്തായാലും. അപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഒരു കോഫി ഉണ്ട്, ഒരു ചായ തന്നു, ചായ കുടിച്ചു. ഇനി ഇതാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റും മെനു ഒക്കെ ഉണ്ട്. മെനു നോക്കി നമുക്ക് സെലക്ട് ചെയ്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ബൊഫേ അല്ല, മെനു ആണ്. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിരിക്കുകയാണ്. 2 എഗ്ഗ്, ബ്രെഡ്, ജാമ്, സലാഡ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ നമ്മളെ ഇത് തന്നെ ഉണ്ട് 300 റുപ്യയിൽ കൂടുതൽ അല്ലേ? നമ്മളൊന്ന് നോക്കിയാൽ നമ്മുടെ നാട്ടിലൊക്കെ സർവീസ് ചെയ്യുമ്പം കോഫി, ചായ, വെള്ളം. അപ്പം ഇതിനി നമുക്ക് ബ്രെഡ് ആവശ്യമുണ്ടെങ്കിൽ എക്സ്ട്രാ ചോദിച്ചാൽ ഈ ബ്രെഡ് കിട്ടുകയും ചെയ്യും. അങ്ങനെ അടിപൊളിയല്ലേ? ഇത് ഇവിടുത്തെ ചായ അടിപൊളി ചായ കേട്ടോ. ശരിക്കും നമ്മളെ കട്ടൻ ചായയിൽ തന്നെ നല്ല ടേസ്റ്റുള്ള ചായ. അപ്പോൾ നമ്മൾ ഇനി അടുത്തത് ട്രിപ്പിലേക്ക് സ്റ്റാർട്ട് ചെയ്യാണ്. മഴ ആണെന്ന് വെച്ചിട്ട് ട്രെക്കിങ്ങിന് പോകാൻ പറ്റും. നമ്മൾ അതിൻ്റെതായ കോട്ടും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് പോവാണ്. ട്രെക്കിങ്ങിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ മഴ ആയതുകൊണ്ട് ശരിക്കുള്ള കാഴ്ചകൾ എടുക്കാൻ കഴിഞ്ഞില്ല കേട്ടോ നമ്മളെ ഹോം സ്റ്റേൻ്റെ. അപ്പം ഇത് ശരിക്കും മുകളിൽ ഇതാ ഇങ്ങനെ ഒരു സൗകര്യമുണ്ട്. നമ്മളെ ഇതിലൂടെ തന്നെ ഒരു വഴികളുണ്ട് കേട്ടോ. അതായത് പണ്ടത്തെ നമ്മളെ നാലുകെട്ടില്ലേ, നാലുകെട്ട്, അതിൻ്റെ ഒരു ഫീലിങ്ങിലാണ് സാധനമുള്ളത് കേട്ടോ. ഉണ്ടെങ്കിൽ എന്താല്ലേ രസമല്ലേ? ആ നാലുകെട്ട് ഫീലിങ്ങിൽ സാധനം റൂമിൻ്റെ അകത്ത് നമ്മൾ താമസിക്കുന്നത്. പുറത്ത് മഴ ഒക്കെ നാച്ചുറലായിട്ട്, ഫുള്ളി നാച്ചുറലാണ് എല്ലാ സംഗതിയും. ഇവിടെ ആ സൈഡിലൊക്കെ താമസത്തിനുള്ള സൗകര്യമുണ്ട്. ഇത് നമ്മളെ മത്തനൊക്കെ കുഴിച്ചിട്ടുണ്ട് കേട്ടോ, മത്തൻ്റെ വള്ളികളുണ്ട്. ഇത് ശരിക്കും നമ്മൾ ഊട്ടിയിലും ഇവിടെയൊക്കെ പോയാൽ കാണുന്ന ആ ഒരു ടൈപ്പിൽ തന്നെയാണ്. ഇങ്ങനെ ജോയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതാണ്. പക്ഷേ ഇവിടെ കുറച്ചുകൂടി എല്ലാം കൂടി ഒരു കാഴ്ചപ്പാടുള്ള ഒരാളെ ക്രിയേഷനാണിത്. No, you tell me your good name. My name is Tam. തം. അതെ, തം സ്വന്തക്ക് ഏറ്റെടുത്ത് നടത്തുന്ന ഒരു ഹോം സ്റ്റേ ആണ് കേട്ടോ നമ്മളിപ്പോൾ ഇതുവരെ കണ്ടത്. അപ്പം ഞാൻ പരിചയപ്പെട്ടു. ആൾ ഭയങ്കര സ്മാർട്ടാണ്. എനിക്കിവിടെ അടിപൊളി സർവീസാണ് കിട്ടിയത്. ഇവിടുന്ന് ട്രെക്കിങ്ങിന് എല്ലാത്തിനും സൗകര്യങ്ങളുണ്ട് കേട്ടോ. നല്ല മഴയത്ത് പോലും ഇതാണ്. ഓക്കെ, വാട്ട് യു വാണ്ട് ടു ടെൽ ദ ഗൈസ്? ടെൽ മീ, ഡോണ്ട് ഷൈ. Yes. Hello. Welcome to my Green 7 Homestay. Okay. So, what I have to say now? You say people are coming. How you do? Doing good service? Yes. We have And- a good service. We have in Good. the home we have many services. Yeah, same like Yes. home feelings, Yes. right? Yes. And to traditional somethings, right? Oh, I never do. So sorry. Okay. Yes. And you give every services, all services in Sapa, and Yes. directions, Yes. help, support, all things, Service. Yes. right? Yes. Okay. അപ്പം CC name? My name? You said Tam. Yes. Tam. അപ്പം തമ്മാണ് ഇവിടെ ഇത് നടത്തുന്നത് കേട്ടോ. അപ്പം ഹായ്. അപ്പം തമ്മ് നടത്തുന്നതാണ് ഇത് സർവീസ്. അപ്പം ഇവിടെ ഉഷാറാണ്. ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മേ ബി ദേ സേ IQ Traveler friend, you can control everything, okay? Yes, Good, thank you. good price, everything. Yes, of course, sir. ഓക്കെ, അപ്പം അതാണ് കേട്ടോ. അപ്പം അടിപൊളിയാണ്, ഉഷാറാണ് കേട്ടോ. അപ്പം നമുക്ക് ഇനി അടുത്ത കാഴ്ചകളിലേക്ക് പോവാണ്. അപ്പം എൻ്റെ ട്രെക്കിങ്ങിന് എന്നെ കൂട്ടാൻ വന്ന ആളാണ് CC. അപ്പം എന്നെ കൂട്ടാൻ വന്നിട്ടുണ്ട്. ബൈക്കും ജാക്കറ്റും ഇതൊക്കെ ആയിട്ട് നമ്മൾ മഴയത്ത് ഇറങ്ങിയാണ് കേട്ടോ. മഴയത്ത് എങ്ങനെ ഉണ്ടാവുന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ നമുക്ക് നോക്കാം. ഇത് കണ്ടില്ല നിങ്ങൾ, ബാക്ക് സൈഡിൽ മലകൾ കണ്ടെങ്കിൽ, അടിപൊളി മലകൾ. അപ്പം മഴയത്ത് എന്താ സംഭവിക്കാൻ നമുക്ക് അറിയാല്ല. പക്ഷെ നമ്മൾ ശ്രമിക്കും കേട്ടോ. എങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നമ്മൾ നോക്കുകയാണ്. അപ്പോൾ കോട്ട്, ഷൂസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇവിടുത്തെ സർവീസ്. ഇത് മോട്ടോർ ബൈക്ക് ട്രിപ്പാണ്. മോട്ടോർ ബൈക്ക്, റൈറ്റ്? വി ഗോയിങ് വിത്ത് മോട്ടോർ ബൈക്ക്, റൈറ്റ്? We go trekking from here, go to my village. Yeah, but by motorbike, right?
Now I come in by motorbike. We go motorbike, right? Now, Huh? now we start trekking from here. Go to my village. Walking. Walking. Yeah, walking. നമ്മൾ നടന്നിട്ടാണ് ഇപ്പോൾ പോകാൻ പോകുന്നത് കേട്ടോ. Say your name again. Hello. Good morning. Ah. My name is Cici. Apa- So I pay you guys for trekking for 2 days and 1 night in the village. അപ്പോൾ ഇവിടെ വില്ലേജിലേക്ക് പോവുകയാണ് നമ്മൾ ട്രെക്കിങ്ങിന്. അപ്പോൾ വില്ലേജിൽ നമ്മളെ ഗൈഡ് ചെയ്യുന്ന ആളാണ് കേട്ടോ സിസി. അപ്പോൾ അതിൻ്റെ റൂട്ടൊക്കെ പറഞ്ഞു തരികയാണ്. 2 ദിവസത്തെ ട്രെക്കിംഗ് കേട്ടോ. Now I show you the map for video trekking. It's like now we are Sapa. We start trekking from here, go to a little bit in the mountain. Then we go to first valley for the name for Sasam Valley. ഓക്കെ. There have most people living here. Then we go from here, go to Handa Valley. We have lunch here. After lunch, we go from here to Hauchina Valley. It's my valley here. ഓക്കെ. So you say 1 night is my house and my family. ഓക്കെ. At the last day, after you eat breakfast feeding, we start trekking from my house, go to Housing Valley. Then we go to Bamfor Valley. We go to Davan and Lauchai Valley. We have lunch here. After lunch, we get motorbike from here to Saba. ഓക്കെ. ദിസ് ഈസ് അവർ പ്ലാൻ. Yeah. ഓക്കെ. For 1 day in the mountain, 1 day in the valleys. ഓക്കെ. Yeah. ഓക്കെ. ദിസ് ഈസ് ഓൾ ഗുഡ് പ്ലേസസ്. Yeah. ഓക്കെ. Bye. ഓക്കെ. അപ്പോൾ നമ്മൾ ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാണ്. ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന വീഡിയോ നമുക്ക് അടുത്ത എപ്പിസോഡിൽ അടിപൊളിയായിട്ട് കാണാം. എങ്ങനെയുണ്ട് എന്നുള്ളത് ഒരു ലോക്കൽ എക്സ്പീരിയൻസ് ഇല്ല, ചെറിയ സംഗതിയല്ല. നമ്മളിതാ ഞാൻ ഫോളോ ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മളെ ട്രെക്കിംഗ് ആണ് കാണാൻ പോകുന്നത്. ഇതേപോലെ വില്ലേജ് ലേഡീൻ്റെ കൂടെ നമ്മൾ ഗൈഡായിട്ട് നമ്മൾ നടന്നിട്ടും സ്കൂട്ടറിലും ഒക്കെ ഉള്ള കാഴ്ചകളാണ് അടുത്ത കാണാനുള്ളത്. അപ്പോൾ അടുത്ത കാഴ്ചകൾ കാണും വരെ ബായ്.